ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിച്ചത് എന്ത് എന്നതിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. മരണത്തിൽ പ്രധാന പ്രതി പിടിയിൽ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിലായി. ആക്രമണം ആസൂത്രണം ചെയ്ത അഖിലാണ് പിടിയിലായത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് പിടിയിലായതെന്ന് ഡിവൈഎസ്പി ടി.എൻ. സജീവ് പറഞ്ഞു. ഇന്ന് പിടിയിലിരിക്കുന്ന ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകൾ ഉണ്ട്, പല സൂചനകളും ഉണ്ട്. ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ്. അവർ പ്രത്യേക വേറെ എവിടുന്ന് സംഘടിച്ച് വന്നൊന്നുമല്ല. അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. പ്രതികൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിസ്ഥാനത്ത് SFI ആണെന്ന മാധ്യമങ്ങളുടെ പ്രയോഗം ശരിയല്ല. ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന കാര്യം സംഘടനയുടെ പേരിൽ കൂട്ടിക്കെട്ടേണ്ടതില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. ഇതിലൊരുപെട്ട ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും. അത് ഏത് സംഘടനയാ നോക്കിയിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും. സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ടത് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനമാണ്. ഹോസ്റ്റലിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിനും ശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. അരുൺ പാറയ്ക്കൽ, MG പ്രതീഷ് എന്നിവരാണ്. MG പ്രതീഷിലേക്കാണ് ആദ്യം പോകുന്നത്. MG പ്രതീഷ് ഉള്ളത് നിലവിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ്. പ്രതീഷ്, നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇതിലൊരു കാരണവശാലും ഈ പ്രതികളെ വെറുതെ വിട്ടുകൂടാ എന്നുള്ള വളരെ ന്യായമായ ആവശ്യമാണ് അവർ പറയുന്നത്. എത്രത്തോളം ക്രൂരമായ പീഡനം തങ്ങളുടെ മകൻ നേരിട്ടു എന്നതൊക്കെ അവർ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചൊക്കെ ഉൾപ്പെടെ ഇവർക്ക് പറയാനുള്ളത് എന്താണ്? മാസം 15-നാണ് നാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പുറകിൽ കാണുന്ന നെടുമങ്ങാട്ടെ ഈ വീട്ടിലേക്ക് സിദ്ധാർത്ഥ വണ്ടി കയറുന്നത്. 15-ാം തീയതി വയനാട്ടിൽ നിന്ന് വണ്ടി കയറി രാത്രിയോടുകൂടി തന്നെ എറണാകുളത്ത് എത്തുകയും അവിടെ നിന്ന് വീണ്ടും ട്രെയിൻ ഇറങ്ങി തിരികെ കോളേജിലേക്ക് മടങ്ങി എന്നുള്ള വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഈ 15-ാം തീയതി തിരിച്ച് കോളേജിലേക്ക് മടങ്ങിയതിന്റെ കാരണമൊന്നും തന്നെ കൃത്യമായി സിദ്ധാർത്ഥ പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷം വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ സിദ്ധാർത്ഥ അസ്വസ്ഥനായിരുന്നു. ഒരുപാട് സമയം വീട്ടുകാരോട് അമ്മയോടൊപ്പം സംസാരിച്ചിരുന്ന സിദ്ധാർത്ഥ വളരെ കുറച്ച് വാക്കുകൾ മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലടക്കം സംസാരിച്ചിരുന്നത്. വീട്ടിലേക്ക് വന്ന സിദ്ധാർത്ഥ തിരികെ എന്തിന് കോളേജിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളൊരു സംശയം ആ ഘട്ടത്തിൽ തന്നെ വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ 18-ാം തീയതി ഉച്ചയോടെ ഈ വീട്ടിലേക്ക് എത്തുന്നത് സിദ്ധാർത്ഥിന്റെ മരണവാർത്തയാണ്. അതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും 24-ന് മുന്നിൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പ്രതികരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ആ സമയം വരെ കാര്യക്ഷമമായി നടക്കാതിരുന്ന അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഗൗരവത്തോടുകൂടി നടക്കുന്നത്. കോളേജിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുന്നതും അതിന് പിന്നാലെയാണ്. കൃത്യമായി മാതാപിതാക്കൾ ആരോപിച്ചിരുന്ന കാര്യങ്ങൾ, ആദ്യഘട്ടത്തിൽ ആരോപണം മാത്രമായിരുന്ന ആ കാര്യങ്ങൾ ഓരോന്നും ശരിവയ്ക്കുന്ന വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ പുറത്തു വന്നത്. കാരണം കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിനെ സീനിയർ വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിനോടൊപ്പം പഠിക്കുന്ന സഹപാഠികളുമടക്കം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഈ പരിശോധിച്ച ഡോക്ടർ അടക്കം പോലീസിനോട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കാരണം 2 ദിവസത്തോളം പഴക്കമുള്ള മർദ്ദനമേറ്റതിന്റെ പാടുകൾ, പരിക്കുകളടക്കം സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇക്കാര്യം ശരിവയ്ക്കുന്നു. ഒപ്പം സിദ്ധാർത്ഥിനുണ്ടായ ക്രൂരതകൾ അല്ലെങ്കിൽ ആ മർദ്ദനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലടക്കം ഈ സിദ്ധാർത്ഥ മരണപ്പെട്ടിട്ട് പോലും എന്ത് സംഭവിച്ചു തൻ്റെ മകന് എന്ന് അമ്മയോട് ബോധിപ്പിക്കാൻ പോലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ കൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായില്ല. പലതും മറച്ചുവെക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ യാതൊന്നും വീട്ടുകാരോട് പോലും പറയാത്തൊരു സമീപനവും നിലപാടുമായിരുന്നു കോളേജ് അധികൃതരുടെയും ഒപ്പം സഹപാഠികളായ വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. തുടക്കം മുതൽ വീട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യ
മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകി. ഇത് വാർത്തയായതോടുകൂടിയാണ് സമഗ്രമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പിന്നാലെ ഈ കോളേജ് തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിനെ ചുമതലപ്പെടുത്തി ഇത് പരിശോധിക്കാൻ വേണ്ടി. ഈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലടക്കം കോളേജിൽ സിദ്ധാർത്ഥ് റാഗിങ്ങിന് ഇരയായെന്നും സിദ്ധാർത്ഥിന് ക്രൂരമായി മർദ്ദനമേറ്റുവെന്നുമുള്ള തെളിവുകൾ ലഭിക്കുന്നു. ഈ റിപ്പോർട്ടടക്കം പോലീസ് ശേഖരിച്ചതിന് പിന്നാലെയാണ് റാഗിംഗ് നിരോധന നിയമപ്രകാരം 12 വിദ്യാർത്ഥികളെ ആദ്യം പ്രതി ചേർക്കുന്നത്. പക്ഷേ ആ 12 പേരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല കുറ്റം. കാരണം ഓരോ ദിവസം കഴിയുന്തോറും പ്രതിപ്പട്ടികകൾ വലുതാകുന്നു. കൂടുതൽ വിദ്യാർത്ഥികളടക്കം ഇതിൽ പ്രതികളാകുന്നൊരു സാഹചര്യം ഈ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴികളടക്കം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം അത്രത്തോളം കൊടിയ മർദ്ദനം, പരസ്യ വിചാരണ സിദ്ധാർത്ഥിന് ആ കോളേജിൽ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളായവരും ഈ പ്രതികളെ സംരക്ഷിച്ചവരും എല്ലാവർക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യവുമായി ഇപ്പോഴും കുടുംബം രംഗത്തുണ്ട്. കൃത്യമായ നടപടി എല്ലാവർക്കുമെതിരെ വേണം എന്നതാണ് ഈ മാതാപിതാക്കൾ ഇപ്പോഴും പറയുന്നത്. കാരണം മറ്റൊരു വിദ്യാർത്ഥിക്കും ഇപ്പോൾ മുഖ്യപ്രതിയാണല്ലോ ഇന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ തരത്തിലേക്ക് നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചുള്ള കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, നിലവിലെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തികരമാണ്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അന്വേഷണം നടന്നില്ല എങ്കിൽ കൂടിയും പിന്നീട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് ഈ അന്വേഷണം ഏറ്റെടുത്തു. കാരണം ആദ്യം വൈത്തിരി സിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. ഈ കേസിന്റെ ഗൗരവ സ്വഭാവം അടക്കം പിന്നീട് പുറത്തുവന്ന വാർത്തകൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് കൽപ്പറ്റ ഡിവൈഎസ്പി അന്വേഷണം ഏറ്റെടുക്കുകയും പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം കടന്നിട്ടുള്ളത്. ഇതിൽ മാതാപിതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഒരു സംഘം ആളുകൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും ഇന്നലെയും ഈ സിദ്ധാർത്ഥിന്റെ മാതാവ് 24-നോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികളെ സംരക്ഷിച്ച അവർക്കെതിരെയും കൃത്യമായൊരു നടപടി വേണമെന്നതാണ് കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം. ഒപ്പം അരുൺ പാറക്കലിലേക്കും എത്താം. ഇപ്പോൾ അലോഷി സേവർ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏത് തരത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? തൃപ്തികരമായ രീതിയിലാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഇന്ന് പോലീസ് പിടിയിൽ ആക്കിയിട്ടുള്ളത് ഇതിന്റെ മുഖ്യപ്രതിയാണ്, അഖിൽ എന്നയാളാണ് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ പേര്, വിവരങ്ങൾ, പാർട്ടി ബന്ധങ്ങൾ അടക്കം ഒന്നും ഡിവൈഎസ്പി ഇന്ന് വ്യക്തമാക്കുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ നമ്മളത് കണ്ടതുമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ നിലവിൽ അന്വേഷണം പോകുന്ന രീതിയെ കാണുന്നത്? അല്ല, ഈ അന്വേഷണം അതിന്റെ തുടക്കഘട്ടം മുതൽ വലിയ നിഗൂഢതകളുമായി നിറഞ്ഞ രീതിയിലാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത്. കാരണം SFI പ്രവർത്തകരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പാർട്ടിക്ക് സംരക്ഷിക്കേണ്ടുന്ന ആളുകളുടെ പട്ടിക അവരുടെ കയ്യിൽ നിലവിലുണ്ട്. കാരണം ഇന്ന് സംഭവം നടന്ന് 12 ദിവസമാകുമ്പോൾ ആ വിദ്യാർത്ഥികൾ ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത SFI നേതാക്കന്മാരെ തുടക്കഘട്ടം മുതൽ സംരക്ഷിച്ചു പോകുന്ന ഒരു സമീപനമാണ് ആ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പിന്നീട് അന്വേഷണം നടത്തുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവർ ഇപ്പൊ 4 SFI വിദ്യാർത്ഥികളെ പുറത്താക്കിയും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് ഒരു ഘട്ടത്തിൽ SFI പറയുകയും ഒപ്പം അവിടെ ഇതിലെ മുഖ്യ പ്രതികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന SFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന, അതുകൊണ്ട് പോലീസിന്റെ കടിഞ്ഞാൺ നിലവിൽ CPM പാർട്ടിയുടെ കയ്യിലാണ്. CPM പാർട്ടി സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥകൾ എല്ലാം പുറത്തേക്ക് വരുമെന്ന് യാതൊരു രീതിയിലേക്കുള്ള ഒരു ചിന്തയും KSUവിനില്ല. അതിൽ ഒരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കുന്നു, ഇതിൽ പ്രതികളായിട്ടുള്ള SFIക്കാരെ സംരക്ഷിക്കുന്ന സമീപനം അത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കും എന്നത് മാത്രം പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുക. അല്ല, ഇതിൽ 4 പേർ മാത്രമാണ് SFIയുമായി ബന്ധമുള്ളവർ എന്ന തരത്തിലേക്കൊക്കെയുള്ള SFIയുടെ നേതൃത്വത്തിന്റെ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുമുണ്ട് എന്നത്? ഒരിക്കലുമല്ല. കാരണം ഇതിൽ പറഞ്ഞ സസ്പെൻഡ് ചെയ്തിട്ട് 4 വിദ്യാർത്ഥികളെ SFIയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോഴും ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പിതാവ് പല ആവർത്തിനെ പറഞ്ഞ ഒരു പേരുണ്ട്, സിംജോ എന്ന് പറയുന്ന ഒരു SFI നേതാവിന്റെ പേര്. അത് ഒരിടത്തും പരാമർശിക്കപ്പെടുന്നില്ല. അല്ല എങ്കിൽ SFI നേതൃത്വം അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതേപോലെ നിരവധിയായിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഇതിന്റെ പിന്നിൽ വലിയ ബോണ്ട് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുക. അപ്പൊ അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് 4 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന തരത്തിലേക്കാണ് പോകുന്നത്.
ഇതിൽ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്, SFIയുടെ സംരക്ഷണത്തിലാണ്, അവിടുത്തെ CPMന്റെ സംരക്ഷണത്തിലാണ്. അതിന് എന്ത് വന്നു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിട്ട് പോകരുത് എന്ന് മാത്രമാണ് KSUവിന് പറയാനുള്ളത്. ശരി, അതാണ് KSU പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും പ്രതികളെ മുഴുവൻ പിടികൂടുകയും ചെയ്തില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് KSU പോകും എന്നുള്ളതാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ 24-നോട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷിനൊപ്പം സിദ്ധാർത്ഥിൻ്റെ പിതാവുണ്ട്, ജയപ്രകാശ് ഉണ്ട്. ശ്രീ ജയപ്രകാശിലേക്ക്. അദ്ദേഹം തത്സമയം തന്നെ 24-നൊപ്പം ചേരുകയാണ്. ശ്രീ ജയപ്രകാശ്, ഇതിപ്പോൾ ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ്. ഇതിലെ മുഖ്യപ്രതി എന്ന് പറയുന്നയാൾ, അതായത് അഖിൽ എന്നാണ് അയാളുടെ പേര്, അയാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളത്. ഇനിയും ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അവർക്കൊക്കെയായി പോലീസ് വല വീശിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതും. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നുണ്ട് എന്നൊക്കെയുള്ളത്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അതെ, ഇന്ന് രാവിലെ ഉള്ള ന്യൂസ് എനിക്ക് കിട്ടിയതാണ്. ഇന്ന് പ്രധാന പ്രതി അറസ്റ്റിലായി എന്നുള്ളത്. ഈ 12 പേരിൽ ഒരാൾ. ഇന്നലത്തെ കിട്ടിയ 6 പേരിൽ അറസ്റ്റിലായിരുന്നു. 6 പേര്. ഈ 6 പേര് ലിസ്റ്റിലുള്ളതല്ല. മുമ്പ് പറഞ്ഞായിരുന്നു ഇതിൽ ലിസ്റ്റിലില്ലാത്ത ആൾക്കാരും ഉണ്ട്. ലിസ്റ്റിലില്ലാത്ത ആൾക്കാരാണ് ഇന്നലെ പിടിച്ച 6 പേര്. പ്രധാന പ്രതികളെന്ന് പറഞ്ഞാൽ 12 പേരുണ്ട്. ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് അന്വേഷിച്ച് കൊടുത്തിട്ടുള്ള 12 പേരിലുണ്ട്. ഈ 12 പേരിൽ ഒരാളിനെ മാത്രമേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇനിയും ആളിനെ 12 പേരെയും കിട്ടണം. ഒരാളെ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നിട്ട് 10 ദിവസമായി, 10 ദിവസം കൂടുതലായി. ഈ സസ്പെൻഷൻ ഓർഡർ വന്നിട്ട് 6-7 ദിവസമായി. ഇതുവരെയ്ക്ക് ഒരാളിനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കിട്ടിയ വിവരവും നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പേഴ്സണലായിട്ടുള്ളതും സുഹൃത്തുക്കളായിട്ടുള്ളത്. അവർ ഈ പാർട്ടി ഓഫീസിലാണ് അവർ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അവരെല്ലാവരും SFIക്കാരാണ്. ഞാൻ വെറുതെ ആരോപിക്കുന്നതല്ല. അവരെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, അവരെ ഭാരവാഹികളാണ്, വെറും പ്രവർത്തകരല്ല. അപ്പോൾ അവരെല്ലാവരും അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർ സംരക്ഷണം കൊടുക്കുക ഇപ്പോഴും. അതുകൊണ്ട് പോലീസ് അന്വേഷണം തൃപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള കാര്യത്തിൽ ഞാൻ അതൃപ്തിയൊന്നും പറയുന്നില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട് പോലീസ് കണ്ടെത്തുമാണ് എനിക്ക് വിശ്വാസം. കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാന പ്രതികളെയെല്ലാം പാർട്ടി അവർ സംരക്ഷണയിലാണ്, അവരെ വലയത്തിലാണ്. ഒന്നുകിൽ അവരെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അവരെ നേതാക്കളുടെ വീട്ടിലോ അവരെ പാർട്ടി ഓഫീസിലോ കാണുമായിരിക്കും. അവർക്ക് അവരെ നോക്കിയേ പറ്റും, അവരെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ. കാര്യം പറഞ്ഞാൽ വെറും പ്രവർത്തകരല്ല, അനുഭാവികളല്ല ഈ കുറ്റവാളികൾ. അവർ ഭാരവാഹികളാണ്. ഏറ്റവും നല്ല ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അവരെ യൂണിറ്റിലെ ഭാരവാഹികളാണ്. അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അതവരുടെ കാര്യം. ഓക്കെ, അത് എനിക്ക് വിഷയമുള്ള കാര്യമല്ല, അത് അവരുടെ പാർട്ടിപരമായ കാര്യം. പക്ഷേ ഇതുവരെയ്ക്കുമുള്ള പോലീസിൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് വളരെ തൃപ്തി കുറവൊന്നുമില്ല. ഇന്ന് ഒരാളെ പിടിച്ചു വന്നു, മെയിൻ ആളിനെ പിടിച്ചു, ബാക്കിയുള്ളവരെ പിടിക്കുന്നു, അവർ അന്വേഷണം നടത്തുന്നു. ഇതുവരെയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോഴും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനോട് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയ്ക്ക് വേറെ ആരോപണം എനിക്ക് അന്വേഷണത്തിൽ ഇതുവരെയ്ക്കും ഇല്ല. ഇതിൽ ഈ പങ്കെടുത്ത അവർ മുഴുവൻ, ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ മുഴുവനും SFI പ്രവർത്തകർ തന്നെയാണോ എന്നതാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ടും ഇവരെല്ലാവരും SFI പ്രവർത്തകരാണ്. പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ 4 പേര് ഇവൻ്റെ സീനിയറാണെന്ന് പറയുന്നു. 8 പേര് അവൻ്റെ സീനിയറാണ്. ബാക്കി 4 പേര് ഇവൻ്റെ ക്ലാസ്മേറ്റ്സും അവൻ്റെ റൂംമേറ്റ്സുമാണ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം അതാ. ഈ ചെയ്ത 12 പേരിൽ, ആദ്യം കിട്ടിയ 12 പേരിൽ ഇവനെ റൂമിൽ കൊണ്ടുപോയി അടിച്ച് റെഡിയാക്കി അവനെ കൊണ്ട് കെട്ടിത്തൂക്കിയ 12 പേരിൽ ഈ 4 പേര് കൂടെ പഠിക്കുന്നവരാണ്, പോരാത്തതിന് റൂമിലുള്ളവരുമാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ചേട്ടന്മാർ പറയുന്നു, ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടന്മാർ പറയുന്നു യൂണിയനിൽ ചേരണം, SFI ചേരണം, അവന് മുതിർന്ന ചേട്ടന്മാർ. ഞാൻ പറഞ്ഞു, നിനക്കിഷ്ടമോ നിൻ്റെ കാര്യം, നീ എവിടെ ചേർന്നു, ഏത് യൂണിയനിലാണ് ചേർന്നത്, അതെന്ന് എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, നിനക്ക് നിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്ത് വേണം തീരുമാനിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട,
എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇവനെ നല്ലവണ്ണം പ്രസ് ചെയ്തു യൂണിയനിൽ. അത് കഴിഞ്ഞിട്ടായി അവൻ്റെ റൂമേഴ്സായ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല, ചാനലിൻ്റെ നിയമം അനുസരിച്ച് എനിക്ക് അറിയില്ല. ഇവൻ്റെ റൂമേഴ്സായിട്ടുള്ള 4-5 കുട്ടികൾ SFIയിലോട്ട് ചേർന്നു എന്ന് പറഞ്ഞു. ഇവനെ കമ്പൽ ചെയ്യുന്നു, ഇവനെ ചേരാൻ വേണ്ടി കുറേ ദിവസം കൊണ്ട് പറയുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഈ 12 പേരും ഉറപ്പായിട്ടും ഈ യൂണിയനിലുള്ളതാണ്. അവൻ പറഞ്ഞിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല, അവൻ പറഞ്ഞിട്ടുള്ള ഇവരെല്ലാം ചേർന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സീനിയേഴ്സ് എല്ലാം നമ്മൾ പത്രത്തിൽ കണ്ടതാണ്. അതിലാണ് സസ്പെൻഷൻ ലിസ്റ്റിലുള്ള എല്ലാ പേരും SFI പ്രവർത്തകരാണ്. അതിൽ പ്രവർത്തകരൊന്നും പറയാൻ പറ്റില്ല, അവർ ഏറ്റവും വലിയ ഭാരവാഹികളും കൂടെ. അവർ യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, യൂണിയൻ സെക്രട്ടറി ഉണ്ട്, അവരുടെ പ്രസിഡൻറ്റും, അവരെല്ലാം അവരുടെ ഭാരവാഹികളാണ് കൂടുതലുള്ളത്. അതിൽ വെറും പ്രവർത്തകരല്ല. അതുകൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും, ഉറപ്പായിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇതിലിപ്പോൾ ഈ പറഞ്ഞ 12 പേർ SFI പ്രവർത്തകരെന്ന് താങ്കൾ പറഞ്ഞ സീനിയർ വിദ്യാർത്ഥികൾ, ഒപ്പം ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവർ, റൂംമേറ്റ്സ് കൂടിയായ ഈ 12 പേരും നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഈ 12 പേരിൽ ഒരാൾ മാത്രമേ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളൂ. അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് തോന്നുന്നു. 12 പേരിൽ വെറും ഒരാൾ, 12 പേരും SFIയുടെ സജീവ പ്രവർത്തകരാണ്. അതിൽ ഒരാൾ മാത്രമേ പിടിയിലായിട്ടുള്ളൂ. ഇന്നലെ 6 പേര് പിടിയിലായിട്ടുണ്ട്. പക്ഷേ ആ 6 പേര് ഈ 12 പേരിലുള്ള ഫസ്റ്റ് ലിസ്റ്റിലുള്ളവരല്ല. അത് ഇനിയും പ്രതികളുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം 10-30 പിള്ളേർ ഉണ്ട് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച്. അതിലുള്ള 6 പേരെയാണ് ഇന്നലെ കിട്ടിയത്. 12 പേരിൽ ഇതുവരെയ്ക്ക് ഒരാളിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 11 പേരും ഇവർ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ബാക്കി 11 പേരും. അതെ, ഇപ്പൊ ഇന്നലെ അറസ്റ്റ് ചെയ്തവരുടെ പേര് അഭിഷേക്, ആകാശ്, ഡോൺ സായ്, രഹൻ ബിനോയ്, ശ്രീഹരി, ഡോൺസ് ഡായ് എന്നാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള 6 പേരുടെ പേരുകളാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരാരും താങ്കൾ പറഞ്ഞ ഈ പട്ടികയിലുള്ളവരല്ല, ഇതൊക്കെ വേറെ ആളുകളാണ്. താങ്കൾ പറഞ്ഞ പട്ടികയിലുള്ള ആളുകളെ ഇനിയും കിട്ടിയിട്ടുള്ള ഒരാൾ ഒഴികെ അല്ലേ? ഇല്ല, ഞാൻ ഒരു പട്ടികയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള 4 പേരുടെ പേരെ എനിക്കറിയാവൂ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ പട്ടിക എന്ന് ഉദ്ദേശിച്ചത് ഈ 12 പേരെന്ന് പറയുന്നത്. സോറി, അക്ഷയ്, റഹാന്, ഈ 12 പേരിൽ ഇവരാരും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു വിവരം ഉണ്ടായിരുന്നു, കുറച്ച് കുട്ടികളെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഈ 12 പേരിന് പുറമെ എന്നോട് കുറച്ച് അവിടുത്തെ നല്ലതായ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞത്, അവൻ്റെ സുഹൃത്തുക്കൾ. അതിൽ കിട്ടിയിട്ടുള്ളത് റഹാനെ മാത്രമേ ഇന്നലെ കിട്ടിയിട്ടുള്ളൂ. റഹാൻ എന്നുള്ളത് ഇപ്പം മാഡം പറഞ്ഞില്ലേ, കുറച്ച് കുട്ടികളെ പേര് പറഞ്ഞു. അതിൽ റഹാൻ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച്. ബാക്കി 11 പേരെ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. റഹാൻ അവൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഇപ്പം മാഡം വായിച്ചിട്ടുള്ള ഈ പേരിൽ റഹാൻ അവൻ്റെ ക്ലാസ്മേറ്റ്സാണ്, റൂംമേറ്റ്സും കൂടെ. രഹൻ ബിനോയ് തിരുവനന്തപുരം സ്വദേശിയാണ് എന്നതാണ്. അതെ, തിരുവനന്തപുരം സ്വദേശിയാണ്. റഹൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ആകാശ് എന്ന് പറയുന്ന അവൻ തിരുവനന്തപുരം സ്വദേശിയാണ്. വേറെ ഒരു പേരുണ്ട്, ഒരു സ്വദേശി കൂടെ ഉണ്ട് തിരുവനന്തപുരം, പേരെനിക്കറിയില്ല. ആകാശം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഒരു കുടുംബ സുഹൃത്തും കൂടെയാണ് ഈ ആകാശം എന്ന് പറയുന്നത്. വെറും തിരുവനന്തപുരം അവരുടെ കുടുംബം, നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ്. അവരുടെ കുടുംബവുമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധമുണ്ട്. എൻ്റെ മോൻ ക്ലാസ്സിൽ ചേർന്നപ്പോൾ ഈ ആകാശ കൂടുമായിട്ട് പരിചയപ്പെട്ട് അവൻ ചേട്ടാ എന്ന് വിളിച്ചിട്ട് കൂടുതൽ സമയം അവനുമായിട്ട് അവിടെ കൂടെ നടന്നിട്ടുണ്ട് ഈ ആകാശമായിട്ട്. അതെ, അപ്പോൾ ഇവരൊക്കെ SFIയിൽ ചേരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് പിന്നീട് എന്താണ് സിദ്ധാർത്ഥ് നൽകിയ മറുപടി? SFIയിൽ ചേരാൻ വിമുഖനായി എന്നതാണോ? ഇവരെ ഇത്രയധികം ഇങ്ങനെ പ്രകോപിതരാക്കിയതിനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ താൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ക്യാമ്പസിൽ എന്നൊക്കെ സിദ്ധാർത്ഥ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും? ഇല്ല, SFIയിൽ ചേരാൻ പറഞ്ഞു. പക്ഷേ അതല്ല മെയിനായിട്ടുള്ള വൈരാഗ്യം, അതൊരു പ്രൈമറിയാണ്, അതൊരു സ്റ്റാർട്ടിങ്ങാണ്. SFIയിൽ ചേരാൻ പറഞ്ഞ് ഇവൻ ചേർന്നില്ല. എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, അച്ഛാ അവർ പറയുന്നു, ചേട്ടന്മാർ പറയുന്നു അതിൽ ചേരണം, സെക്കൻഡ് ഇയർ ആകുമ്പോൾ കമ്പൽ ചെയ്യും ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണം, നിൻ്റെ ഇഷ്ടം, നീ ഏതിൽ വേണോ ചേർന്നു, അപ്പോൾ എനിക്ക് ചേരണ്ട.
അപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ഈ റഹാൻ എന്ന് പറയുന്നതും അവൻ്റെ റൂമിലുള്ള ഡാനിഷും അക്ഷയും അവരെല്ലാവരും അതിലങ്ങ് ചേർന്നു. അവർ ചേരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടം വേണമെങ്കിൽ ചേർന്നു. അവന് വേണ്ട എന്ന് പറഞ്ഞു. അത് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ മോൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ പോയിട്ട് ഒരു മാസം ആയപ്പോൾ തന്നെ മോൻ ക്ലാസ് റെപ്പായി. അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. വെറും പഠനത്തിന് മാത്രമല്ല, കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം അവന് ഭയങ്കര പവറാണ്. അതെല്ലാം കണ്ടപ്പോൾ അവന് സീനിയേഴ്സും അവൻ്റെ ക്ലാസ്മേറ്റ്സിനും ഒന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു തമാശയായിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛാ ഞാൻ ഈ ക്ലാസ് ഇത് കണ്ടക്ട് ചെയ്യണം, ഈ പരിപാടി കണ്ടക്ട് ചെയ്യണം, സീനിയേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, തമാശയായിട്ട് പറയും, അസൂയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുപോലെ അവൻ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ബ്രില്യൻ്റാണ്. ഫോട്ടോഗ്രാഫിയിൽ അവന് യൂണിവേഴ്സിറ്റി അവിടുന്ന് കോളേജിൽ നിന്ന് ക്യാമറ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടുത്തെ പ്രോഗ്രാമെല്ലാം കവർ ചെയ്യാൻ പറയുന്നു. ഇതും അവൻ്റെ സീനിയേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ പ്രവർത്തകരാണ്. ഇവന് അതിനു മുമ്പേ ഇവനുമായിട്ടുള്ള പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. പേഴ്സണലായിട്ടുള്ള ഒരു വൈരാഗ്യം ഉടലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ പഠിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. റൂമിലുള്ളവരും അവരുമായിട്ടും ഇങ്ങനെ വൈരാഗ്യം വന്നുകൊണ്ട്. ഇതിൽ ശ്രീ ജയപ്രകാശ് 15-ാം തീയതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ് തിരുവനന്തപുരത്തേക്ക് വീട്ടിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എറണാകുളത്ത് വെച്ച് സഹപാഠിയുടെ ഒരു കോള് വരുന്നു, തിരികെ പോവുകയാണ്. അപ്പോൾ അതിന് എന്ത് കാരണമാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്? ആദ്യം പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചുരം ഇറങ്ങി അവൻ്റെ അമ്മയോടെ പറഞ്ഞത്, അമ്മ ഞാൻ ലേറ്റായി, ട്രെയിന് ലേറ്റായി, അടുത്ത ട്രെയിനിൽ വരാം കോഴിക്കോട് വന്നിട്ട്. അപ്പോഴേ അമ്മ പറഞ്ഞു മോനെ ഓക്കെ ശരി. ആ സമയത്ത് എത്തുമ്പോൾ രാവിലെ അമ്മ വിളിച്ചു 4 മണി 5 മണിയായിട്ട് മോൻ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴവൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ എറണാകുളം വരെ തിരിച്ചു പോയി. അപ്പോഴമ്മ ചോദിച്ചു എന്തിനാണ് തിരിച്ചു പോയത്? അപ്പോൾ പറഞ്ഞു ഇല്ല റഹാൻ വിളിച്ച് ഞാൻ തിരിച്ചു പോയി. ആ റഹാനാ ഇന്നലെ അറസ്റ്റിലായത്. റഹാൻ വിളിച്ച് തിരിച്ചു പോയി. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു കോളേജിൽ അത്യാവശ്യമായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എൻ്റെ കയ്യിലായിപ്പോയി. സർട്ടിഫിക്കറ്റോ ഡോക്യുമെൻറ്റോ ഒന്നാണെന്ന് എൻ്റെ കയ്യിലായിപ്പോയി, അത് കോളേജിൽ കൊടുക്കണം. കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, കോളേജിൽ നിന്നല്ല റഹാൻ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്നാ അന്ന് പറഞ്ഞത്. തിരിച്ചു പോകണ്ടേ? അമ്മ പറഞ്ഞു ഓക്കെ അത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ, കുഴപ്പമില്ല, ക്ഷേത്രങ്ങളിൽ ഇവിടെ ഉത്സവമുണ്ട്, അത് പ്രമാണിച്ചാണ് വരണത് എന്നാ പറഞ്ഞത്. അതിനുശേഷം അവന് എന്നും അവൻ്റെ അമ്മയുമായിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം സംസാരിക്കും. 1.5 മണിക്കൂർ കൂടുതൽ അവരിന്ന് സംസാരിക്കും രാത്രി. ഒന്നുകിൽ പഠിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പോ എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ ഈ 15-ാം തീയതി തിരിച്ചു പോയി 16-ാം തീയതി മുതൽ ഇവനൊന്നും സംസാരിക്കില്ല. അമ്മ വിളിച്ചിട്ട് കുറേ നേരം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഫോൺ എടുത്തു പറഞ്ഞ് കിടക്കുന്നു, പിന്നെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി വിളിച്ചു. 17-ാം തീയതി വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരനായ അക്ഷയെ വിളിച്ചു. അക്ഷയെ അവൻ്റെ അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം. അക്ഷയ് ഈ വീട്ടിൽ വന്നു, അക്ഷയും കൂട്ടുകാരൊക്കെ ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച 2 മാസം മുമ്പ് 2 ദിവസം നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം, അമ്മയ്ക്കറിയാം, മോനെ എന്നെ വിളിക്കുകയുള്ളൂ. അക്ഷയെ വിളിച്ചു. അമ്മ ചോദിച്ചു മോനെ ഇവനെവിടെ, സിദ്ധാർത്ഥനെവിടെ? സിദ്ധു എന്നാണ് വിളിക്കുന്നത്. സിദ്ധു എവിടെ? അവൻ്റെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കൂ. ഓക്കെ ആൻറ്റി കുഴപ്പമില്ല, അവനെ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സിദ്ധു വിളിച്ചു. സിദ്ധുവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഒരു കോൾ വന്നു. ഓക്കെ അമ്മ ഞാൻ കിടക്കുന്നു, ഇത്ര മാത്രം, പിന്നെ വിളിക്കാം. ഇത് തന്നെയാണ് 3 ദിവസം സംഭവിച്ചുകൊണ്ടിരുന്നത്. 18-ാം തീയതി അവൻ മരിക്കുന്നത് വരെ. മരിക്കുന്നത് ഞാൻ പറയില്ല, അവൻ കൊല്ലപ്പെടുന്ന ദിവസം വരെ. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ നാട്ടിലോട്ട് വരാം, ഉത്സവത്തിന് വരാം. ശരി, ഇത്രയും പറഞ്ഞിട്ട് ഏകദേശം 12 മണിയോട് കൂടിയായി പറഞ്ഞിട്ട് അങ്ങ് തീർന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഫോൺ വന്നില്ല. ഇത് സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞത് ഈ 2-3 ദിവസം വരെയും സിദ്ധാർത്ഥൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഈ യൂണിയൻ ഗ്രൂപ്പും അവൻ്റെ റൂംമേറ്റ്സായ ഈ റഹാനും അക്ഷയും ഡാനിഷും ആയിരുന്നു അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പിന്നെ
അറസ്റ്റിലായ ലിസ്റ്റിലുള്ള സിൻജോയും ISOPയുടെ നേതാവ് സിൻജോയും അവരൊക്കെ ആയിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അവിടെ നല്ലവരായ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് വിവരം കിട്ടി തന്നിട്ടുണ്ട്. അവർ തന്നെയാണ് നമുക്ക് പറഞ്ഞത് ഇന്ന് നടന്ന കാര്യങ്ങൾ, സംഭവം പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിച്ചതും, അവിടെ പോയി വിവസ്ത്രനായിട്ട് അവനെ മർദ്ദിച്ചതും, ബെൽറ്റ് കൊണ്ടടിച്ചതും, വയറ് കാലി ചുറ്റി വലിച്ചഴിച്ചതും, ഈ കാര്യങ്ങളെല്ലാം അതിനുശേഷം വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞത് ഇതിന് ശേഷമാണ്. അതെ, ഏതായാലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം അതെത്ര വലുതാണോ എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വിഷമം അത് വളരെ വലുതാണ്. ഇതിൽ ആരൊക്കെയാണ് ഇതിന് പ്രതികളായുള്ളത്, ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായത്, അവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആ നിയമ പോരാട്ടത്തിൽ 24 നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ഉറപ്പുകൂടി നൽകുകയാണ്. വളരെ നന്ദി ശ്രീ ജയപ്രകാശ്, ഞങ്ങൾക്കൊപ്പം തത്സമയം ചേർന്നതിന്. ഇനി നമ്മൾ പോകുന്നത് അരുൺ പാറക്കലിലേക്കാണ്. അരുൺ ഉള്ളത് പൂക്കോട് വെറ്ററിനറി കോളേജിന് മുന്നിലാണ്. അരുൺ, ഇപ്പോൾ പിതാവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും അദ്ദേഹം വൈകാരികമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ തുടക്കത്തിൽ മുതൽ ഉള്ള പ്രതികൾ അത് ഏത് തരത്തിലേക്കാണ് അവരെ സംരക്ഷിക്കപ്പെടുന്നതെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത്തരം വിഷയങ്ങളിലൊക്കെ അവർ എന്ത് പ്രതികരണം നൽകുന്നുണ്ട്? കാരണം ഇന്നലെയൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു വിചാരണ കോടതി പോലെ തന്നെ പലപ്പോഴും ഈ ഹോസ്റ്റൽ മുറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അതും SFIയുടെ വിചാരണ നടക്കുന്ന പല ഘട്ടങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട്. പല കാര്യങ്ങളും കോളേജ് അധികൃതരിലേക്ക് പോലും എത്താറില്ല. ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇത് കോളേജ് അധികൃതർക്ക് ഒരു അറിവുമില്ലാത്ത തരത്തിലാണോ ഇത്രയും കാലം ഈ പ്രവൃത്തികളൊക്കെ അവിടെ നടന്നിട്ടുള്ളത് എന്നതാണോ? അനുജ, എന്തായാലും പോലീസിന്റെ കണ്ടെത്തൽ പോലെ തന്നെ ക്രൂരമായ പൈശാചികമായ ആക്രമണം ഈ ക്യാമ്പസിനകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അനുജ, എന്തായാലും ക്രൂരമായ പൈശാചികമായ ആക്രമണം ക്യാമ്പസിനകത്ത് സിദ്ധാർത്ഥിന് നേരെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ 3 മണിക്കൂറിലേറെ ഒറ്റത്തവണ 3 മണിക്കൂറിലേറെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പോലെ തന്നെ അത്രയ്ക്കും ഗൂഢാലോചന, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായത് സിദ്ധാർത്ഥിന് ഗുരുതരമായ മുറിവുകൾ ഈ ശരീരത്തിൽ ഉണ്ടായി എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഈ കുടുംബം ആരോപിച്ചത് ആൾക്കൂട്ട വിചാരണ ഇവിടെ നടന്നു എന്നതാണ്. പോലീസും ആദ്യഘട്ടം മുതൽ തന്നെ ഈ സംശയം തന്നെയായിരുന്നു പോലീസും ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതിനെ അടിവരയിടുന്ന തെളിവുകൾ ഇപ്പോൾ പോലീസിന് ഈ മൊഴിയിൽ ലഭിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 18 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇതിൽ 7 പേരെ നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഒരാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാൾക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത പ്രതിയെയും കൊണ്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഈ യൂണിവേഴ്സിറ്റിക്കും ഈ സർവകലാശാലയ്ക്ക് മുൻപിൽ ആരംഭിച്ചു കഴിഞ്ഞു. ABVP 24 മണിക്കൂർ ഉപവാസ സമരമാണ്. തൊട്ടപ്പുറത്തെ KSU അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധവും ഇതിനൊപ്പം നടക്കുന്നു എന്നതാണ് അനുജ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ കേസന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കോളേജ് അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ട് ആദ്യഘട്ടത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നിസ്സംഗ മനോഭാവം ഉണ്ടായി എന്നതും അതും സത്യമാണ്. ഈ കേസ് ഇനിയിപ്പോൾ 11 പ്രതികളെ കൂടി കേസിൽ പിടികൂടാനുണ്ട് അനുജ. അതാണിപ്പോൾ ചില വിദ്യാർത്ഥി സംഘടനകൾ, അത് KSU, ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ മുഴുവൻ പിടികൂടുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സംഭവിച്ചതിലേക്ക് ഇനി ഹിമാചൽ പ്രദേശിൽ ഇന്ന് സംഭവിച്ചത് എന്തോ എന്നതിലേക്ക് കൈവിടാതിരിക്കാൻ കോൺഗ്രസിന്റെ പോരാട്ടം. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവും മന്ത്രി വിക്രമാദിത്യ സിംഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചെന്ന് കോൺഗ്രസ്. സർക്കാർ 5 വർഷം പൂർത്തിയാക്കും. ഹൈക്കമാൻഡ് നിയോഗിച്ച DK ശിവകുമാർ, പ്രതിഭ സിംഗ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നപരിഹാരം.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് MLA-മാരെ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ അയോഗ്യനാക്കി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി. സാങ്കേതികതയ്ക്കപ്പുറം MLA-മാർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് സ്പീക്കർ 24-നോട് പറഞ്ഞു. പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് സഭയിലും ഹാജരായവരാണ് വോട്ടെടുപ്പിൽ കൂറുമാറിയത്. MLA-മാർക്ക് ഇക്കാര്യത്തിൽ വാദഗതികൾ ഉണ്ടായിരുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു. Because this act that contains the unethical practices of the elected members. So that part is the most important part. It is not a technical part, the rule violation or this war violation or that one. The law was legislated with the intention to, you see, put a curb on the Ayaram Gairam Rajniti and the Beparikaran of the Rajniti. They were present in the party meeting, the Congress Legislative Party meeting, and they were present in the Vidhan Sabha when business of financial bill was taken up. However, when voting took place, all 6 MLAs, they were absent. They have defied the whip of the party and the provisions of the anti-defection law. നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. നിതിൻ, എങ്ങനെ ഈ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? DK ശിവകുമാർ പറഞ്ഞത് പ്രകാരം പ്രശ്നം പരിഹരിച്ചു, 5 വർഷവും കോൺഗ്രസ് സർക്കാർ ഭരിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി മാറുമോ? ഇതിൽ വിമത സ്ഥാനത്ത് നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം, അത് ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് അദ്ദേഹം രാജി ഇന്നലെ വെച്ചിരുന്നു, പക്ഷേ പിന്നീട് അതിന് കാത്തിരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ ഏത് തരത്തിലേക്ക് അനുനയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്? അനുജ, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ച് തന്നെയാകും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യത. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ്. ഇവിടെ അല്പസമയത്തിനും തന്നെ യോഗം ചേർന്ന് അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര നിരീക്ഷകരും കൂടാതെ പ്രതിഭ സിംഗ് അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരെല്ലാം തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം തന്നെ അവർ മാധ്യമങ്ങളോട് മുമ്പാകെ വിശദീകരിക്കും. എന്തായാലും കേന്ദ്ര നിരീക്ഷകരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ചേർന്ന് ഏതാണ്ട് 1 മണിക്കൂറിലധികമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോൾ എല്ലാം പരിഹരിച്ചു എന്ന് തന്നെയാണ് DK ശിവകുമാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ സർക്കാർ യാതൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ല. മറിച്ച് 5 വർഷവും സുഖ്വീന്ദർ സിംഗ് സുഖു തന്നെ മുഖ്യമന്ത്രിയാകും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു തരത്തിൽ, അതായത് ഫോർമുലകൾ ഏത് പ്രകാരമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേതൃത്വം പിന്നീട് വ്യക്തമാക്കും. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഏറുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകർ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു മനസ്സിലാക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 6 MLA-മാരെ അയോഗ്യരാക്കിയത്. അയോഗ്യരാക്കിയ MLA-മാരുടെ നടപടി, പ്രത്യേകിച്ചും വിപ്പ് ലംഘിച്ചതിനാലാണ് MLA-മാരെ അയോഗ്യരാക്കിയതെന്നാണ് ഇപ്പോൾ സ്പീക്കർ 24-നോട് വ്യക്തമാക്കിയത്. മാത്രമല്ല MLA-മാരുടെ ധാർമ്മികത നിരക്കാത്ത നടപടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് MLA-മാരെ അയോഗ്യരാക്കിയതെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്പീക്കർ 24-നോട് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ DK ശിവകുമാറാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. നിതിൻ, ഇപ്പോൾ ഈ MLA-മാരെ അയോഗ്യരാക്കിയതോടെ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൽ MLA-മാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് കൂടി വരുമ്പോൾ അയോഗ്യരാക്കപ്പെട്ടതോടെ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകില്ല എന്ന് കരുതാമോ സാങ്കേതികമായി? അനുജ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാർ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ല. കാരണം 68 അംഗ നിയമസഭയിൽ ഇപ്പോൾ 6 MLA-മാരെ അയോഗ്യരാക്കിയതോടുകൂടി തന്നെ 62ആയി ചുരുങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും 32 എന്ന ഈ ഒരു സംഖ്യ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കോൺഗ്രസ് സാധിച്ചു. കാരണം 34 MLA-മാരുടെ പിന്തുണ ഇതിനം തന്നെ മനു അഭിഷേക് സിംഗ്വിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 MLA-മാരെ അയോഗ്യരാക്കിയാൽ സ്വാഭാവികമായിട്ടും 34 അംഗങ്ങളെന്ന കുറവിലേക്ക് കോൺഗ്രസ് വരുമെങ്കിലും യാതൊരു തരത്തിലൊരു ഭീഷണി ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ വിമത MLA-മാരെ വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഇനി കോൺഗ്രസ് നേതൃത്വം എങ്ങനെ സ്വീകരിക്കും എന്നത് അറിയണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിമതരെ ഒപ്പം നിർത്താനുള്ള നീക്കം കോൺഗ്രസ് ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും തിരിച്ചടിയായത് വിമതരുടെ നീക്കമാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അതുകൂടി കണ്ടുകൊണ്ടാണ് പ്രതിഭ സിംഗ് ഇന്ന് വിമതരെ ഒപ്പം നിർത്തണമായിരുന്നു. പ്രത്യേകിച്ചും അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കേട്ട് അവരുടെ തർക്കങ്ങളെല്ലാം പരിഹരിക്കണമായിരുന്നു നേതൃത്വം എന്നൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരുപക്ഷേ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിലിപ്പോൾ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് എന്താണ് ഇനിയുള്ള ഹിമാചൽ കോൺഗ്രസിന്റെ പ്രതിസന്ധി മറികടന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. നിലവിലിപ്പോൾ BJPയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം മങ്ങിയിട്ടുണ്ടല്ലോ. 6 MLA-മാരെ അയോഗ്യരാക്കുന്നു. അപ്പോൾ സഭയിൽ അംഗസംഖ്യ കുറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന വിഷയം കൂടിയില്ല. അങ്ങനെ അവരുടെ പ്രതീക്ഷയും തൽക്കാലത്തേക്ക് അസ്ഥാനത്തായി.
പക്ഷേ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സർക്കാരിനെ നിലംപരിശാക്കാനാണ് BJP ശ്രമിച്ചത്. പക്ഷേ പിന്നീട് ബജറ്റ് സമ്മേളന ദിവസം തന്നെ 15 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തതോടുകൂടി തന്നെ ആ ഒരു നീക്കത്തിന് കോൺഗ്രസിന് തടയിടാൻ സാധിച്ചു. അപ്പോഴും BJP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഷിംല കേന്ദ്രീകരിച്ച് കോൺഗ്രസിലെ അതൃപ്തരായ നേതാക്കളെയും MLA-മാരെയും ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായുള്ള ആശയവിനിമയം ഇതിനകം തന്നെ BJP നേതൃത്വം ആരംഭിച്ചു. അവരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു തർക്കം അത് പരമാവധി മുതലെടുക്കാനുള്ള നീക്കം തന്നെയാണ് BJP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ BJP-യുടെ നിയമസഭാ കക്ഷി യോഗം ഷിംലയിൽ ചേർന്നിട്ടുണ്ട്. എന്തൊക്കെ നീക്കങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ കൂടിയാലോചിക്കും. അതിനുശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും BJP ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് MLA-മാരെ പ്രത്യേകിച്ചും അതൃപ്തരായ കോൺഗ്രസ് MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ സജീവമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് BJP സംബന്ധിച്ച് വലിയ ഗുണം ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരം നീക്കം BJP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അനുജ, ഏതായാലും തൽക്കാലത്തേക്ക് ഹിമാചലിലെ പ്രതിസന്ധി പരിഹരിച്ചു എന്നുള്ളതാണ്. DK ശിവകുമാർ അറിയിച്ചിട്ടുള്ളത് 5 വർഷവും കോൺഗ്രസ് സർക്കാർ തന്നെ ഭരിക്കും. ഏത് ഫോർമുലയാണ് ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിട്ടുള്ളത് എന്നതൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഹിമാചലിൽ നിലവിൽ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. ഇനി മാർക്കറ്റ് വ്യൂ കാണാം സൂര്യശ്രീക്കൊപ്പം. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 195 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,000-നടുത്ത് വ്യാപാരം അവസാനിപ്പിച്ചു. PSP സൂചികയിൽ 2% നേട്ടം. ഇന്ത്യയിൽ 3 അർദ്ധചാലക പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. പ്ലാന്റുകൾക്കായി 1.26 ട്രില്യൺ രൂപ ചെലവഴിക്കും. ടാറ്റ സൺസ് സംരംഭം ആരംഭിക്കുന്നത് തായ്ലൻഡുമായി സഹകരിച്ച് 100 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകളുടെ നിർമ്മാണം ആരംഭിക്കും. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് ക്യാബിനറ്റ് അംഗീകാരം. 75,021 കോടി രൂപ ചെലവിൽ 1 കോടി വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും. ഓരോ ജില്ലയിലും മോഡൽ സോളാർ വില്ലേജുകൾ നിർമ്മിക്കാനും തീരുമാനം. IMF-ൽ നിന്ന് $6 ബില്യൺ വായ്പയെടുക്കാൻ പദ്ധതിയിട്ട് പാകിസ്ഥാൻ. നടപടി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ IMF-ഉമായുള്ള ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ പാകിസ്ഥാന് $2 ബില്യൺ വായ്പ നൽകി ചൈന. UPI ഉപയോഗത്തിനായി യൂറോ ബാങ്കുമായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് NPCI. കരാറിലൂടെ ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമയക്കൽ കാര്യക്ഷമമാക്കും. പ്രഖ്യാപനം ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിനു പിന്നാലെ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഡെറിവേറ്റുകളുടെയൊക്കെ ഒരു പ്രതിമാസ കാലാവധിയുടെ അവസാന ദിവസമായതിനാൽ തന്നെ ഇന്ന് വിപണിയിൽ വലിയൊരു അസ്ഥിരത പ്രകടമായിരുന്നു. അങ്ങനെ ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ നേരിയ നേട്ടത്തിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ലോകം പൊതുമേഖലാ ബാങ്ക് ഓഹരികളിൽ ഏകദേശം 2% നേട്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുമ്പോൾ പ്രകടമാകുന്നത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു പോസിറ്റീവ് മോഡിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ൽ 31 പോയിന്റ് നേട്ടത്തിൽ 21,982 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഈ നേട്ടത്തിനുണ്ടെന്ന് തന്നെ പറയാം. 157 പോയിന്റ് നേട്ടത്തിൽ 46,120-ലാണ് ഇന്ന് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു പോസിറ്റീവ് പിന്തുണയുണ്ട്. 67 പോയിന്റ് നേട്ടത്തിൽ 20,407 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് ദിവസം ഈ മാസ അവസാനമാണ്. ഏകദേശം നിഫ്റ്റിയിൽ തന്നെ ഒരു 3% നേട്ടമുണ്ടായെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഈ മാസം അഭിപ്രായപ്പെടുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഒരു ഗ്രീൻ സിഗ്നലിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 195 പോയിന്റ് നേട്ടത്തിൽ 72,500 പോയിന്റിലാണ് സെൻസെക്സിലും ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. വളരെ നീണ്ട ഒരു ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ ഓഹരി വിപണി ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു പോസിറ്റീവ് മോഡൽ വ്യാപാരം അവസാനിച്ചിരിക്കുകയായിരിക്കും. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം ഈ ഒരു പിന്തുണയ്ക്ക് കാരണമായിരിക്കുന്നത്? ഗുഡ് ഈവനിങ് സൂര്യ.
നമ്മൾ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചോളം 21,850 ലെവല് ഒരു നല്ല സപ്പോർട്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ മാർക്കറ്റ് 21,860 ലെവൽ വന്നിട്ട് ഏകദേശം 200 പോയിന്റോളം നിഫ്റ്റിയിൽ തിരിച്ച് കയറുന്നതായിട്ടാണ് കണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലത്തെ ഹെവി സെല്ലിങ്ങിനെ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ്റെയും മന്ത്ലി ക്ലോസിങ് അടുത്തതിൻ്റെ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറും കൂടിയ പൊസിഷൻസ് കയ്യിലുള്ളവരുടെ ഒരു സെല്ലിംഗ് പ്രഷറും കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒരു ചെറിയ ഒരു താഴ്ചയ്ക്ക് ശേഷം വീണ്ടും കയറി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. മാർക്കറ്റിൻ്റെ അണ്ടർടോൺ പോസിറ്റീവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്നിരുന്നാലും മാർക്കറ്റിൽ എല്ലാ ദിവസവും ഒരേപോലെ കയറാൻ പറ്റില്ല. മാർക്കറ്റിൽ ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസവും ഇന്നും നടന്നത്. എന്നാൽ മാർക്കറ്റ് കയറി ക്ലോസ് ചെയ്തത് മാർക്കറ്റിൻ്റെ അണ്ടർടോൺ ഇപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു കറക്ഷനിലേക്കൊന്നും മാർക്കറ്റ് ആയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് റിലയൻസ് ഡിസ്നിയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ന്യൂസ് വന്നിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കയറ്റം റിലയൻസിൽ ഉണ്ടായില്ല. ഒരു 0.5% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം. മാർക്കറ്റ് പൊതുവെ ഒരു സിംഗിൾ സ്ക്രിപ്പ് ഇന്ന് എടുത്തു പറയാനില്ല. ജനറലായിട്ട് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. 22,060 വരെ കയറിയിരുന്നു ക്ലോസിംഗ് ടൈം ആയപ്പോഴത്തേക്കും. എന്നാൽ ആവറേജ് ഓഫ് ഹാഫ് ആൻ അവർ വന്നപ്പോഴാണ് ഈ താഴെ ക്ലോസിംഗ് വന്നത്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായത്. എന്തായാലും ആഭ്യന്തര നിക്ഷേപകർക്ക് ഒരു ഉറച്ച പിന്തുണ വിപണിക്കുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ എന്നിരുന്നാലും GDP ഡേറ്റകൾ അടക്കമുള്ളവ ഇനി പുറത്തു വരാനിരിക്കുന്നു. നിക്ഷേപകരൊക്കെ തന്നെയും ആകാംക്ഷയിലാണ്. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി നാളെ കാണാം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ ലോകായുക്ത സിറിയക് ജോസഫിനെ വെല്ലുവിളിച്ച് KT ജലീൽ MLA 2022 തനിക്കെതിരെ നടത്തിയ വിധിയെ സംബന്ധിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. UDFന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തികച്ചും ഏകപക്ഷീയമായാണ് തനിക്കെതിരെ വിധി പറഞ്ഞതെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, ഇതിനു മുൻപും അദ്ദേഹം രൂക്ഷ വിമർശനം സിറിയക് ജോസഫിനെതിരെയൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ രാഷ്ട്രപതി ഇതിൽ ഒപ്പിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ അടുത്ത വിമർശനം? അതും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അനുജ, അക്ഷരാർത്ഥത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് KT ജലീൽ സിറിയക് ജോസഫിനെതിരെ നടത്തിയിരിക്കുന്നത്. ലോകായുക്തയ്ക്കൊരു തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സിറിയക് ജോസഫ് അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യ ഭാഗം തന്നെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ആയുധം ഗോഡ്സെയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിയ വിവരങ്ങൾ താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഇനി ബന്ധുമിത്രാദികളെ VCയും ഹയർ സെക്കൻഡറി ഡയറക്ടറും ജഡ്ജിയും ഒക്കെ ആക്കി മാറ്റാൻ പദവി ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KT ജലീൽ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഇന്നത്തെ ലീഡ് വാർത്തയുടെ പടം ചേർത്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ഗവർണർക്ക് തിരിച്ചടി എന്നുള്ള, അതായത് രാഷ്ട്രപതി ഒപ്പിട്ടു ലോകായുക്ത ബില്ലിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ KT ജലീലിൻ്റെ കുറിപ്പെഴുതിയിരിക്കുന്നത്. അതിൽ അതിരൂക്ഷമായി സിറിയക് ജോസഫിനെ വിമർശിക്കുന്നു. മാത്രവുമല്ല, താങ്കളും താങ്കളുടെ ഉറ്റമിത്രങ്ങളും ഒക്കെ മരിക്കുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ചുള്ള വസ്തുതകൾ പുറത്തു പറയണം. UDFന്റെ അജണ്ടയുടെ ഭാഗമായി പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് തനിക്കെതിരെ നോട്ടീസ് പോലും നൽകാതെ ഒരു വിധി ഉണ്ടായത് എന്ന് പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം അനുജ പറഞ്ഞതുപോലെ വീണ്ടും ലോകായുക്ത സിറിയക് ജോസഫിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധത്തിന് ഉള്ള ഒരു പുറപ്പാടാണ് KT ജലീൽ നടത്തിയിരിക്കുന്നത്. അതാണ് KT ജലീൽ ഫേസ്ബുക്കിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വീണ്ടും ഒരു ഇടവേള. സംഭവിച്ചതിലേക്ക് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. ഇനി I-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള നാംധാരി FCയെ നേരിടുകയാണ്. രണ്ടാം പകുതി പുരോഗമിക്കുമ്പോൾ ഒരു ഗോളിന് പിന്നിലാണ് ഗോകുലം. 3-ാം മിനിറ്റിൽ തന്നെ നാംധാരി മുന്നിലെത്തി. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ കിട്ടിയതുമായി പ്രവിത ലക്ഷ്മിയും സോനാജറിയും. നമസ്കാരം.